പാറുമേ എന്തൊക്കെയാ? മേനോൻ സാറും അരിക്കുഞ്ഞും പുറത്തുപോയി. മായമോള് മുകളിലുണ്ട്. മായേ, മോനേട്ടാ എന്തായി കാണിക്കുന്നത്? എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ പേടിച്ചു പോയി. ഒരു കോമ്പറ്റീഷൻ അയക്കാനുള്ളതാ. കോമ്പറ്റീഷനോ? ഈ ചക്കട വണ്ടിയോ? പിന്നെ നിനക്ക് വേറെ ഒരു പണിയില്ലേ? ആ മോനേട്ടാ പുറത്തൊന്ന് പോയേ. എന്തിനാ? ഞാനിവിടെ എന്താ? മോനേട്ടാ പ്ലീസ് പുറത്തിറങ്ങി നിൽക്കേ. എനിക്ക് ഡ്രസ് മാറണം. അത് തന്നെ, ഞാനിവിടെ എന്നാലും എന്താന്ന്? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ ശരി, ഞാൻ പുറത്തു നിൽക്കാല്ലേ? ഞാൻ പുറത്ത് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമാണോ? അതെ. എന്നാ പിന്നെ പുറത്ത് നിൽക്കാല്ലേ? മോനേട്ടാ എന്തായി കാണിക്കുന്നത്? നീ എന്തിനാ ചൂടാവുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ? ഇവിടെ ആരും ഇല്ലെന്ന് വെച്ചത് നടപ്പില്ല. മായ, ആർ യു സീരിയസ്? യെസ്, ഐ എം ഡെഡ് സീരിയസ്. ടിക്കറ്റ് ഇനി ആരാ ടിക്കറ്റ് വാങ്ങാനുള്ളത്? അല്പം ഒന്ന് പുറകോട്ട് മാറി നിന്നിട്ട്. ടിക്കറ്റ് അനിയ ഒന്നും മാറി. ടിക്കറ്റ് ഇനി ആരാ ടിക്കറ്റ് വാങ്ങാനുള്ളത്? ഒരു 50. 20 രൂപ ചില്ലറയില്ലല്ലോ. എന്നാ ഒരു രൂപ ടിക്കറ്റ്. എന്നാലും ഇല്ല. ഇനി ആരാ ടിക്കറ്റ്? 250. ഒരാളാരാ? ഞാനും ആ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് ചില്ലറ. സാർ അവിടെ ഇറങ്ങിയിട്ട് ചില്ലറ മാറി കൊടുത്താൽ മതി. ടിക്കറ്റ് ഇനി ആരാ ടിക്കറ്റ് വാങ്ങാനുള്ളത്? ഒന്ന് ഒതുങ്ങി ഇരുന്നാ തമ്മച്ചി. കുറച്ചൊന്ന് ഒതുങ്ങി നാട്ടെ. ടിക്കറ്റ് ഇറങ്ങാനുള്ളവരൊക്കെ ഒന്ന് വേഗം ഇറങ്ങിക്കട്ടെ. വേഗം ആട്ടെ, നേരം പോന്നു. ഞാൻ സാറിന്റെ നെയ്ബറാണ്. പേര് മായ. മായ എസ് മേനോൻ. അച്ഛൻ ബാങ്കിൽ, അനിയൻ BA സെക്കൻഡ് ഇയർ. കുട്ടികൾക്കൊക്കെ സാറിന്റെ ക്ലാസ് എന്ന് വെച്ചാൽ വലിയ കാര്യമാ. ലതിക പറഞ്ഞു, എന്റെ കൂട്ടുകാരി. സാർ ഒന്നും വിചാരിക്കരുത്. അന്ന് ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. ഹരി അല്പം ചൂടനാ. അതിനുശേഷം ഡാഡി ഹരി ഒരുപാട് വഴക്ക് പറഞ്ഞു. സിംഹം. കുട്ടാ, എന്തോ എന്താ സാറേ? ഇത് അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ കൊണ്ട് കൊടുക്കണം. 50 പൈസയോ? അല്ല സാറേ, 50 പൈസയേ ഉള്ളൂ. പറഞ്ഞത് കേട്ടാ മതി. അല്ല, ഇപ്പൊ തന്നെ ഞാൻ പോണോ? ഇപ്പൊ തന്നെ പോണം. കുട്ടാ, ഞാനിനി പറയുന്ന കൂടെ അവളോട് പറയണം. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ്. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഒന്ന് പറഞ്ഞേ. താങ്ക്സ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്.
എന്താ സംശയമൊന്നുമല്ലോ, എഴുതണോ? വേണ്ട വേണ്ട. അല്ല സാറേ, അത് ഞാനത് ഒന്നുകൂടി പറഞ്ഞേ. താങ്ക്സ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ആ മനസ്സിലായി മനസ്സിലായി. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. താങ്ക്സ് ഡോൺ അയ്യോ താങ്ക്സ് ഡോൺ ഗേറ്റ് അടയ്ക്കട്ടെ. താങ്ക്സ് റിപ്പീറ്റ് ഇറ്റ്. താങ്ക്സ് റിപ്പീറ്റ്. താങ്ക്സ് റിപ്പീറ്റ്. താങ്ക്സ് റിപ്പീറ്റ്. താങ്ക്സ് റിപ്പീറ്റ്. താങ്ക്സ് എൻ്റെ ദൈവമേ, എൻ്റെ ഏയ് ഒന്നുമില്ല. താങ്ക്സ് റിപ്പീറ്റ്. താങ്ക്സ് പിന്നെ റിപ്പീറ്റ്. എന്താ പിന്നൊന്നുമില്ല. എന്താ പറഞ്ഞത്? ഇത് തരുമ്പോ സാറ് പറയാൻ പറഞ്ഞതാ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സഹായത്തിന് നന്ദി, വീണ്ടും പ്രതീക്ഷിക്കുന്നു. അത് തന്നെ അത് തന്നെ. ഇംഗ്ലീഷിന്റെ അർത്ഥം മലയാളത്തിൽ സാറ് തന്നെ പറഞ്ഞതാണോ? മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാൻ. ഉവ്വ്. അപ്പൊ ഞാൻ വരട്ടെ. നിൽക്കൂ. ഇത് സാറിന്റെ കയ്യിൽ കൊടുക്കണം. കരളിലെ ദാഹവും അടങ്ങൂകില്ലോ മനെ. സാറേ കൊടുത്തോ? എന്ത് പറഞ്ഞു? സാറ് പറഞ്ഞു തന്നതുപോലെ തന്നെ പറഞ്ഞു. സാറിന്റെ കയ്യിൽ തരാൻ. ഐ എക്സ്റ്റെൻഡ് മൈ വിഷ് ടു ഹെൽപ്പ് യു ആൾവേസ്. നീ എന്താണ് അവിടെ ചെന്ന് പറഞ്ഞത്? അല്ല സാറേ, ഞാനത് എന്താ അറിയത്? സാറ് പറഞ്ഞു തന്ന പോലെ തന്നെ പറഞ്ഞു. എന്ത് പറഞ്ഞു? താങ്ക്സ് റിപ്പീറ്റ് ഇറ്റ്. യു സ്റ്റുപ്പിഡ് റാസ്കൽ. നീ എന്താണ് അവിടെ ചെന്ന് പറഞ്ഞത്? പൊന്നു സാറേ, ഒന്നും ചെയ്യരുത്. കുട്ടൻ പാവമാണ്, ഒന്നും ചെയ്യല്ലേ. തോക്കിന്റെ ഉള്ളിൽ തീരുന്ന ഞാൻ അറിഞ്ഞോ? വന്ന വഴിയെ പോ. മതി മതി. ആ, നിന്നോട് പറയാൻ വിട്ടുപോയി. ഇന്ന് വൈകിട്ട് വൈശാഖം വരും. ഡിന്നർ എവിടെയാ? ആ, നീ എന്താ കേട്ട ഭാവം പോലും ഇല്ലാതെ? എടി, നിന്നോടാ ചോദിച്ചത്. അതിന് ഞാനെന്താ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കണോ? ഞാനൊരു അലക്ക് വെച്ച് എന്നാണ്ടല്ലോ. ആ മൂലയിലെ കുറച്ച് തുണി കിടപ്പുണ്ട്, അതെടുത്ത് അലക്കിക്കോ. എടി, അതല്ലടി, അവൻ വരുന്നെന്ന് വെച്ച് നീ വലിയ പ്രമാദമായിട്ടൊന്നും ഉണ്ടാക്കണ്ട. വല്ല അല്പസ്വല്പം എന്തെങ്കിലുമൊക്കെ. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നീ പതിവ് പോലെ വല്ല ചമ്മന്തിയോ ചവറോ ഒക്കെ ഉണ്ടാക്കി വെക്കും. ശരീരാനങ്ങിയുള്ള ഒരു പണിയും നിനക്ക് ഇഷ്ടമല്ലല്ലോ. നമുക്ക് എന്തുണ്ടോ അത് കഴിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ കൂട്ടുകാരൻ വന്നാൽ മതി. ആ നിക്ക് വേണൂട്ടാ. പിന്നൊരു കാര്യം, ഇത് 4ാമത്തെ പ്രാവശ്യ ചേട്ടൻ കൂട്ടുകാരനെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ആളെ പേടിപ്പിക്കുന്നു. നിങ്ങളുടെ കൊമ്പത്തിരിക്കുന്ന കൂട്ടുകാരനെ കാണുമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരുമെന്ന് പറഞ്ഞ് വെച്ചുണ്ടാക്കിയതൊക്കെ 3 ദിവസം കൊണ്ട് ഞാൻ തിന്നു തീർത്തത്. ഇപ്രാവശ്യം ഇല്ല. ഷുവർ, തീർച്ച. എന്താ പോരെ? ഞാൻ പോട്ടെ. കൊണ്ട് കൊത്തുന്നു. ദൈവമേ, ഇവന് ഈ കണ്ടീഷനിൽ എങ്ങനെ അവളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും? വേണ്ട, ഇനി ഒരിക്കലാവാം. അവളുടെ വായിന്ന് 2 തെറി കേൾക്കണമെന്നല്ലേ ഉള്ളൂ. എന്താടാ? സ്കൂട്ടറിൽ പോയാൽ ശരിയാവില്ല. നമുക്കൊരു ടാക്സി പിടിച്ചപ്പാ. ആ ശരി, ഓക്കെ. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? വീട്ടിലേക്ക്. ആരെ? നിന്റെ. അപ്പൊ നീ നേരത്തെ പറയുന്ന കേട്ടില്ല നിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നേരത്തെ നീ ഈ കണ്ടീഷനിലല്ലായിരുന്നല്ലോ. നിന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ അവള് പേടിച്ചു പോകും. അതേടാ, എന്നെ കണ്ടാ പേടിച്ചു പോകും. ഞാൻ പ്രേതമാണ്, പിശാചാണ്. വൈശാഖ, പ്ലീസ്, ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. നമുക്ക് എന്റെ വീട്ടിൽ തന്നെ പോവാം. ഇനി എന്റെ പട്ടി വരും നിന്റെ വീട്ടിലേക്ക്. എല്ലാ പട്ടികളും ഒരു വർഗം തന്നെ. ഓൾ ഡോഗ്സ് ആർ ഓഫ് ദ സെയിം ബ്രീഡ്. എനിക്ക് തൃപ്തിയായടാ. നീ തന്നെ അത് പറയണം. നിർത്താ വണ്ടി.
പൈസ 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 പരിചയമില്ലല്ലേ? എന്റെ ഭർത്താവിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് പുകഴ്ത്തി പറയാനേ സമയമുള്ളൂ. അത്രയും വലിയ ആളാണെങ്കിൽ ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി. ക്ഷമിക്കണം, ആരാണെന്ന് മനസ്സിലായില്ല. ഇതുവഴി പോയപ്പോ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. വേണോട്ടം പറഞ്ഞിരുന്നു ഇവിടെ താമസിക്കുന്നെന്ന്. ആദ്യം ആളെ മനസ്സിലായില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അതെങ്ങനെയാ? വേണ്ട, ഞാൻ ഉടനെ പോവുകയാ. എന്നാലും ഇവിടെ ആദ്യമായിട്ട് വരെയല്ലേ? ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ വന്നില്ലല്ലോ. 3-4 പ്രാവശ്യം വേണോട്ടം പറഞ്ഞതനുസരിച്ച് എല്ലാം തയ്യാറാക്കി കാത്തിരുന്നു. കണ്ടില്ല. ഓരോ പ്രാവശ്യവും വേണൂട്ടൻ ഓരോ ഒഴികഴിവ് പറഞ്ഞു. പുള്ളിക്കാരൻ നുണ പറഞ്ഞ അപ്പൊ എനിക്ക് മനസ്സിലാവും. ഞങ്ങളുടെ വീട് ഇതിലും മോശമൊന്നുമല്ല. മോനല്ലേ ഇത്? ആ, ഫാമിലി നാട്ടിലാണോ? അതെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അങ്ങോട്ട് ഏതായാലും വരില്ലല്ലോ. എന്നാലിനി ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരാം. റോഡ് വരെ ഞാൻ വരാം. ആ, ആരായിരിക്കും? ഓ, ആരായാലെന്താ? കസിനായിരിക്കും. അതോ ആരായാലും എനിക്കെന്താ കാര്യം? വാട്ട് ഹാപ്പൻ ടു മീ? ഞാനെന്തിനാ നെർവസ് ആവുന്നത്? കുട്ടനോടൊന്ന് ചോദിച്ചാലോ? കുട്ട, എന്താ? ഈ മാസത്തെ റീഡേഴ്സ് ഡൈജസ്റ്റ് ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നാന മതിയോ? ഫിലിം മാഗസിൻസ് ഒന്നും വേണ്ട. ഫിലിം മാഗസിൻ അല്ല, നാന. വേണ്ട. വേണ്ടേ? പോട്ടെ. ആരാ ഇപ്പൊ ഇവിടെ വന്നത്? ഒരു കുട്ടിയും. ഇപ്പോഴോ? ഇവിടെയോ? ആര്? ഇപ്പൊ ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ. ഓ, അത് സാറിന്റെ ഭാര്യയും കുഞ്ഞുവാ. ഭാര്യയും കുട്ടിയുമോ? ഇത്രയും കാലം എവിടെയായിരുന്നു? സാറിന്റെ വീട്ടില്. എന്തിനാ കള്ളം പറയുന്നത്? അവരാരാ? ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? സത്യമായിട്ടും ഭാര്യയും കുഞ്ഞുവാ, വേണു സാറിന്റെ. എന്താ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ. ഞാൻ വരട്ടെ. എന്തിനാ ഇങ്ങനെ വെറുതെ ചോദിക്കുന്നത്? ഗുഡ് മോർണിംഗ്. അന്ന് ഞാൻ മോളോട് എന്ത് പറഞ്ഞു? കണ്ടോ, 27,000 രൂപയുടെ പോളിസി ഞാൻ ആ സിംഹത്തെ കൊണ്ടെടുപ്പിച്ചു. ഇപ്പൊ എന്ത് പറയുന്നു? MA വൈശാഖൻ 28-4. ഞാൻ കമലമ്മയെ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു. ഇപ്പൊ ഞാൻ വരട്ടെ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഇത് മറക്കണ്ട. താങ്ക് യു. MA വൈശാഖൻ, സിംഹം. നല്ല പേര്. ഡേറ്റ് ഓഫ് ബർത്ത് 28/4/1952. 34. 12 വയസ്സ് വ്യത്യാസം. അത്രയും ഡിഫറൻസ് വേണം. ഒരു കുഴപ്പമില്ലെന്നേ.
ചോദിക്കുക, കെയർ ഓഫ് മനോരമ, കോട്ടയം. പ്രിയപ്പെട്ട ഡോക്ടർ, എന്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഈ കത്ത്. അവളുടെ വിവാഹം ഒരു ചെറുപ്പക്കാരനുമായി വീട്ടുകാർ നേരത്തെ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ തന്റെ അയൽവക്കത്ത് പുതിയതായി താമസിക്കാൻ വന്ന കോളേജ് ലെക്ചററായ ഒരു യുവാവിനോട് അകലാൻ പറ്റാത്തവണ്ണും അവൾ അടുത്തുപോയി. തന്റെ മനസ്സ് ആ യുവാവിനോട് തുറന്നു കാണിച്ചെങ്കിലും അയാളിൽ നിന്നും യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ മാനസിക വൈഷമ്യം അനുഭവിക്കുന്ന എന്റെ കൂട്ടുകാരിയെ താങ്കളുടെ വിലയേറിയ ഉപദേശത്തിലൂടെ സഹായിക്കാൻ അപേക്ഷ. ആരാടി ഈ കൂട്ടുകാരി? നീ കാര്യമായിട്ട് ചോദിക്കുക, ആരാണെന്ന്. മായേ, എന്താ ഇത് തമാശയോ? നിനക്കെന്താ വട്ട് പിടിച്ചോ? അപ്പോ മോഹൻ? ഡിയർ ഫ്രണ്ട്സ്, അതിൽ കഴിഞ്ഞൊരു ബന്ധം എനിക്കില്ല. അപ്പോൾ അയാൾ നിന്നെ സ്നേഹിക്കുന്നതോ? അതിന് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? എന്നെ സ്നേഹിക്കുന്നതായി വേറെയും പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോനേട്ടനുമായി പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹിയർസ് ഡിഫറെന്റ് ടേസ്റ്റ്. മോനേട്ടന് 4 പേരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡോളിനെയാണ് ആവശ്യം. എനിക്കങ്ങനെ ഒരു പാവയായിരിക്കാൻ പറ്റില്ല. നീ ഇത് മോഹനോട് പറഞ്ഞോ? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഇത് നിന്റെ ഡാഡി അറിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. എനിക്കത് ഫേസ് ചെയ്യേണ്ടി വരും. നിനക്ക് മുഴുവൻ ഭ്രാന്താണ്. ഇത് കുട്ടിക്കളിയാണെന്നാണോ എന്റെ വിചാരം? നിന്റെ മിൽസ് ആൻഡ് ഗുൺ പ്രേമത്തിന് പറ്റിയ ഹീറോ ഒന്നുമല്ല വൈശാഖൻ സാറ്. ഹീസ് എ ലെക്ചറർ, നോട്ട് എ പ്ലേ ബോയ്. അതെനിക്കറിയാം ലതികെ. ഐ എം സീരിയസ്. സീരിയസ്? എനിക്ക് നിന്റെ വർത്താനം കേട്ടിട്ട് കലിയാ വരുന്നത്. വേറെ ആരെയും കണ്ടില്ല പ്രേമിക്കാൻ. മായേ, ദിസ് ഇസ് ലൈഫ്. ഡ്രാമയോ സിനിമയോ ഒന്നുമല്ല. അയാൾ ഒരു ടൈപ്പാ. നിന്നെ കുറിച്ച് സാറിന്റെ അഭിപ്രായം വേറൊന്നാണെങ്കിൽ? ഞാൻ ഇത് എന്നോട് തന്നെ പലവട്ടം ചോദിച്ചതാണ്. ബട്ട് ഐ ഹാവ് നോ ആൻസർ. എനിക്കൊന്നു മാത്രം അറിയാം, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. എന്തിനേക്കാളും വേറെ. നീ കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുത്. മായേ, യെസ്, ഐ ലവ് ഹിം മോർ ദൻ എനിത്തിങ്. എന്താ കാരണം എന്ന് വെച്ചാ എനിക്കറിഞ്ഞൂടാ. എന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വാ, വാ ഇരിക്ക. വിലാസിനി, വിലാസിനി ഇരിക്ക. കോളേജിലെ സ്റ്റുഡൻസാ. ലതികയെ അറിയാം. ഇത് മായ, MA ഫൈനൽ ഇയർ. ആ പിന്നെ ഈ സമയത്ത് ഇവിടെ ചായ ഒന്നും കാണില്ല, വേണമെങ്കിൽ മോരുമളം തരാം. ആര് പറഞ്ഞു ചായ ഇല്ലെന്ന്? ഞാൻ കൊണ്ടുവരാം. ഏയ്, കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചപ്പോ നീ ഇല്ലെന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ ചോദിച്ചോണ്ടല്ലേ. കണ്ടില്ലേ ട്രീറ്റ്മെന്റ്? ആ പിന്നെ എന്താ കാര്യം? അങ്ങനെ വെറുതെ വരാൻ വഴിയില്ല. പറ, നീ പറ. പറ എന്താന്ന് വെച്ചാൽ. സാറൊരു ചെറിയ സഹായം ചെയ്യണം. ഞാനോ? എന്താ? അല്ല, വൈശാഖൻ സാറിനെ കൊണ്ട്. എന്താ, ആർട്സ് ക്ലബ് ഇനാഗുറേഷനോ അത് വിമൻസ് ക്ലബോ? അതൊന്നുമല്ല സാർ. ഇവൾക്ക് ഇടയ്ക്ക് ഈ പടം വരയ്ക്കുന്ന സ്വഭാവമുണ്ട്. എന്തോ കോമ്പറ്റീഷൻ അയക്കാനോ മറ്റോ ഒരെണ്ണം വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അതല്ല, വൈശാഖൻ സാറിനെ കൊണ്ട് അതിനിണങ്ങി ഒരു ക്യാപ്ഷൻ എഴുതിക്കണമായിരുന്നു. ഇവൾക്ക് സാറിനോട് നേരിട്ട് പറയാൻ പേടിയാ. ഓഹോ. അപ്പൊ എനിക്കില്ലേ? ഇന്ന് 2 ആയില്ലേ? മതി. ഇതിനെന്ത് പേടിക്കാതിരിക്കുന്നു? തൊട്ടടുത്തല്ലേ വീട്, ഒരു മതിലിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചുമ്മാ കയറി ചോദിക്കണം. എഴുതി തന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്ത് ക്യാപ്ഷൻ വേണമെങ്കിലും ഞാൻ എഴുതി തരാം. അല്ലടി? അത് പിന്നെ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയാറില്ലേ, അതുപോലെ ഇവക്കും എന്നെ ഒരു വിലയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറൊന്ന് വൈശാഖ് സാറിനോട് പറയണം, ഞങ്ങൾക്ക് വേണ്ടി. പടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, കൊണ്ടുപോ കാണട്ടെ. തിരിച്ചു പിടിക്കേ. എന്തായി വരച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് കണ്ടിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നിനക്കോടി? മോഡേൺ ആർട്ടാ.
മോഡേൺ ആർട്ട് എവിടെന്ന് വന്നടി? ആർട്ടിനെ പറ്റി നിനക്ക് എന്തോന്ന് അറിയാവുന്ന? മോഡേൺ ആർട്ട് ഞാൻ കൊടുത്തു നോക്കാം. പക്ഷേ അവനൊരു ടൈപ്പാ. എഴുതി തന്നില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. നാളെ കോളേജിൽ വരുമ്പോ കൊണ്ടുവന്നാ മതി. പിന്നെ വരുമ്പോ ഇതൊന്ന് ശരിക്ക് പൊതിഞ്ഞോണ്ട് പോലെ. വരട്ടെ. വരട്ടെ സർ. ശരി. ഇതല്പം വളഞ്ഞ വഴിക്ക് മൂക്കെ പിടിക്കുന്ന ഏർപ്പാടാണല്ലോ. നിനക്കെന്ത് തോന്നുന്നു? ആ കുട്ടി വൈശാഖ സാറിന്റെ അടുത്ത വീട്ടിലാണോ? കാണാൻ നല്ല ഭംഗി. എന്തോ? അല്ല, ആ കുട്ടിയെക്കാളും കാണാൻ ഭംഗി കാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അതെ. എന്താടാ ഇത്? പടം, പെയിന്റിങ്, മനസ്സിലായില്ലേ? നീ വരച്ചതാ? ആ, അത് കണ്ടറിയാനുണ്ട്. ഇതിപ്പോ എന്തിനാ എന്നെ കാണിച്ചത്? ഞാൻ വരച്ചതൊന്നുമല്ല, ഈ കോളേജിൽ ഒരു സ്റ്റുഡന്റ് വരച്ചതാ. നീ ഇതിനൊരു ക്യാപ്ഷൻ എഴുതി കൊടുക്കണമെന്ന്. ക്യാപ്ഷനോ? ഞാനോ? എന്തിന്? ഞാൻ അവരോട് പറഞ്ഞതാടാവേ നിനക്ക് വിവരമില്ലെന്ന്. പക്ഷെ അവര് സമ്മതിക്കണ്ടേ? നീ തന്നെ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കണമെന്ന്. ആരാ വരച്ചത്? നിന്റെ നെയ്ബർ തന്നെയാ, മായ. കണ്ടോ, ഇതുകൊണ്ട് തന്നെ അവൾ ഇതെന്നെ ഏൽപ്പിച്ചത്. വെറുതെ ഒന്നും വേണ്ട, നിനക്കൊരു കോംപ്ലിമെന്റ് തന്നേക്കാം. കോംപ്ലിമെന്റോ? എന്ത് കോംപ്ലിമെന്റ്? അതൊക്കെ തരാം. എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കടാ. ആ കുട്ടിക്ക് എന്തോ കോമ്പറ്റീഷൻ അയക്കാനുള്ളത്. ഈ കോളേജിൽ നിനക്ക് മാത്രമേ വിവരമുള്ളെന്ന് അവരുടെ വിചാരം. അവർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലും അഭിപ്രായം മാറ്റാൻ പോകണ്ട. ഒന്ന് എഴുതടാ. പിന്നെ നിന്റെ ഈ മെസ്സഞ്ചറുടെ പണിയുണ്ടല്ലോ, അത് നിർത്തണം. ആ, എവിടെ കോംപ്ലിമെന്റ്? കാസറ്റോ? ഇതെന്ത് കോംപ്ലിമെന്റാടാ? അതൊക്കെ ഉണ്ട്, നീ വീട്ടിൽ ചെന്ന് കേട്ടു നോക്ക്.